തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ കുറച്ചപ്പുറത്താണല്ലോ മൃഗശാല. അപ്പൊ മൃഗശാലയിൽ നിന്ന് രണ്ട് ചാടിപ്പോയി. അപ്പോൾ ഒരുത്തൻ നേരെ ചാല മാർക്കറ്റിൽ പോയി, അവിടെ പോയി ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പം തന്നെ അവന് തൂക്കിയെടുത്ത് കൊട്ടയ്ക്ക് ഊരി അകത്താക്കി. അവൻ തിരിച്ചുപോയി. മറ്റവൻ കാണുന്നില്ല. മറ്റവൻ എവിടെയോ ഉണ്ട്, നഗരത്തിൽ എവിടെയോ ഉണ്ട്. ഫുൾ തപ്പിക്കൊണ്ടിരിക്കുക, ആളെ കിട്ടുന്നില്ല. അവൻ എവിടെയായിരുന്നു എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിനകത്തായിരുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് ഫയലൊക്കെ കൂട്ടിയിട്ട് ഒരു മുറിക്കകത്ത് അവൻ നോക്കുമ്പോൾ നല്ല ഗുഹമാതിരിയുണ്ട്. അതിനകത്ത് സുഖമായിട്ട് ഇരിക്കുകയാണ്. എല്ലാ ദിവസവും അതിലേ പോകുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി, ഒരു അണ്ടർ സെക്രട്ടറി, ഇവരിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു, ചാപ്പാടടിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി വരെ അടിച്ച് തിന്നു എന്നാണ് പറയുന്നത്. നോബഡി മിസ്ഡ് എനിബഡി. ആർക്കും ഒരു സിസ്റ്റം വളരെ സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സെക്രട്ടറിയും അണ്ടർ സെക്രട്ടറിയൊക്കെ കാണാതായെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടൊന്നും സിസ്റ്റം തകരാൻ പോകുന്നില്ല. സിസ്റ്റം മുമ്പോട്ട് തന്നെ പോകുന്നു. സിംഹം അതിനകത്ത് സുഖമായി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ പിടിയിലായി. അപ്പൊ ഇവനെ പിടിച്ച് തിരിച്ച് മൃഗശാലയെ കൊണ്ടുവന്നു. അപ്പൊ മൃഗശാലയിലുണ്ടായിരുന്ന മറ്റേ സിംഹം ചോദിച്ചുടാ, നീ ഇത്രയും കാലം എവിടെ ആയിരുന്നു? അവന് ഞാൻ ഇവിടെ ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ നീ എന്താ അവസാനം പിടിയിലായത്? എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഓരോ അണ്ടർ സെക്രട്ടറിയെ നിന്ന് പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം കോഫി ഹൗസിൽ ചായ കൊണ്ടുവരുന്ന ഒരു മറ്റേ തൊപ്പിയൊക്കെ വെച്ച ഒരു കക്ഷി ഉണ്ടായിരുന്നു. അയാളെ ഞാൻ തിന്നു. അതോടെ സെക്രട്ടേറിയറ്റ് ആകെ പ്രശ്നമായി. ചായ കിട്ടുന്നില്ല, മീറ്റിങ്ങിൽ കാപ്പി കിട്ടുന്നില്ല, ബിസ്ക്കറ്റ് കിട്ടുന്നില്ല, വലിയ പ്രശ്നമായി. അവര് അവിടെയൊക്കെ തപ്പി അങ്ങനെ എന്നെ പൊക്കി. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ സിസ്റ്റം ഇങ്ങനെയാണ്. ഒന്നുകിൽ അവരുടെ ചായ, ബിസ്ക്കറ്റ്, മീറ്റിംഗ് ഇതെന്തെങ്കിലും ബാധിക്കണം, അല്ലെങ്കിൽ അവരുടെ ഈ എന്താ പറയുക പേ, സാലറി, DA അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബാധിക്കണം. അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. ദിസ് ഈസ് ദ സിസ്റ്റം.